അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 24. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരക്ഷരം ഓതിയാൽ അതിനു പകരം അവന് ഒരു നന്മയുണ്ട്. നന്മയാകട്ടെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 10 ഇരട്ടി പ്രതിഫലമുള്ളതാണ്. അലിഫ് ലാം മീം എന്നുള്ളത് ഒരക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. അലിഫ് ഒരക്ഷരം, ലാം ഒരക്ഷരം, മീം ഒരക്ഷരം എന്നിങ്ങനെയാണ്. ചില സൂറത്തുകളുടെ ആരംഭങ്ങളിലുള്ള കേവലാക്ഷരങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ഒന്നാണ് അലിഫ് ലാം മീം. ഇവയെപ്പറ്റി സന്ദർഭോചിതം നാം സംസാരിക്കുന്നതാണ്. ഏതായാലും അവയുടെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല. അർത്ഥം ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് അള്ളാഹുവിങ്കൽ പ്രതിഫലം കിട്ടുമെന്നും അർത്ഥം അറിയാത്തവർ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ യാതൊരു നന്മയുമില്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ലെന്നും ഈ ഹദീസ് തെളിയിക്കുന്നു. പക്ഷേ അർത്ഥം ഗ്രഹിക്കുവാൻ സാധിക്കുന്ന വചനങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുവാൻ ശ്രമിക്കാതിരിക്കുന്നതിൽ മുസ്ലിമുകൾ തെറ്റുകാരായിരിക്കുമെന്ന് പറയേണ്ടതില്ല. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു: നിങ്ങൾ ഖുർആൻ ഓതുവീൻ, നിശ്ചയമായും അത് ഖിയാമത്ത് നാളിൽ അതിൻ്റെ ആൾക്കാർക്ക് ശുപാർശകനായി വരുന്നതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ലഹദ ഇല്ല അല അത്നതൈനി റജുലുൻ ആതാഹുല്ലാഹുൽ കിതാബ വഖാമ ബിഹി അനാഅ ലൈലി വറജുലുൻ അഅതാഹു അല്ലാഹു മാലൻ ഫഹുവ ബിസദ്ദിഖഹു ബിഹി അനാഅൽ ലൈലി വന്നഹാർ മുത്തഫഖുൻ അലൈഹി. രണ്ടാളുകളുടെ കാര്യത്തിലല്ലാതെ അസൂയയില്ല. ഒരാൾ അള്ളാഹു അവന് ഖുർആൻ നൽകിയിരിക്കുന്നു, പഠിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലും അത് പാരായണം ചെയ്തുകൊണ്ട് അവൻ നമസ്കാരം നടത്തുന്നു. മറ്റൊരാൾ അള്ളാഹു അവന് ധനം നൽകിയിരിക്കുന്നു. എന്നിട്ട് രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലും അവൻ അതിൽ നിന്നു നല്ല മാർഗത്തിൽ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു. അസൂയ കൊണ്ട് ഇവിടെ ഉദ്ദേശം ഒരാൾ അവനെപ്പോലെ തനിക്കും ആയിത്തീരണമെന്ന ആഗ്രഹത്തോടു കൂടി പരിശ്രമം നടത്തുക എന്നത്രേ, എന്നല്ലാതെ അവൻ്റെ നന്മയിൽ അനിഷ്ടം കരുതുകയും അവനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നല്ല.